Jesus.
ദൈവത്തിനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ അടുത്ത സെഷനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. എന്റെ യേശു വന്നിടുമ്പോൾ തിരുമുമ്പിൽ
തിരുമാർഗോടണഞ്ഞിടും ഞാൻ പോയപ്പോൾ തന്നെ വരും എന്റെ യേശു എത്ര നല്ലവൻ പോയപ്പോൾ തന്നെ വരും എന്റെ യേശു എത്ര നല്ലവൻ ഇന്നയോളം എന്നെ നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനം പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവകൃപ നൽകി ഇത്രയും ആളുകള് ഇത്രയും നേരത്തെ എത്തിച്ചേരാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ പല ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും നമുക്ക് ഇന്നലെ സുഖകരമായ ഒരു ഇതിൽ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും ഹൃദയത്തിലെ ഭാഷ നന്ദി പറയുന്നു. ചില ആളുകളൊക്കെ വീട്ടിൽ പോയിട്ട് കടന്നു വന്നവരുണ്ട്. തീർച്ചയായിട്ടും നന്ദി പറയുന്നു. ജേക്കബ് സാറൊക്കെ കോട്ടയത്ത് നിന്ന് രാവിലെ എത്തിച്ചേർന്നു ഈ ഫസ്റ്റ് സെഷൻ തന്നെ. തീർച്ചയായിട്ടും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ മോർണിംഗ് ഡിവോഷൻ നമ്മളോട് കൂടെ ആയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ എല്ലാവർക്കും പരിചിതനായിട്ടുള്ള ഡോക്ടർ സാബിജി തോമസ് സാർ തന്നെയാണ്. സാറിനെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ബൈബിൾ സൊസൈറ്റിയുടെ എല്ലാമായിട്ട് നിലനിൽക്കുന്നു. കോട്ടയം ബ്രാഞ്ചിന്റെ വൈസ് പ്രസിഡന്റായിട്ട് ദീർഘവർഷങ്ങളായിട്ട് സാറ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഓക്സിലറിയുടെ ചുമതലയിലേക്ക് ട്രഷറർ എന്ന നിലയിൽ സാറ് കടന്നു വന്നു. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞ 2 വർഷത്തോളം ആവുകയാണ്. സാറിന്റെ സേവനം വളരെ അനുഗ്രഹമായിട്ട് നമുക്ക് തീർന്നുകൊണ്ടിരിക്കുന്നു. നല്ല ഒരു പ്രീച്ചറാണ്, ഒരു ടീച്ചറാണ്, ഒരു പ്രയർ വാരിയറാണ്. അങ്ങനെ അനേക ഫീച്ചേഴ്സ് സാറിനെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ കർത്തവ്യത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല. തീർച്ചയായിട്ടും സാർ നമ്മോട് കൂടിയായിരിക്കുന്നത് ഏറ്റവും സന്തോഷമാണ്. ഈ അവസരത്തിൽ സാറിനെ നമ്മളെല്ലാവരും പ്രതികരിച്ചുകൊണ്ട് ഒരു വാക്ക് സ്വാഗതം ചെയ്യുവാനായിട്ട് നമ്മുടെ പുതുപ്പള്ളി ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യുന്ന ജിജി സാറ് നമ്മോട് കൂടെയുണ്ട്. സാറിനെ ഞാൻ മുമ്പോട്ട് ക്ഷണിക്കുന്നു. സാറ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വാക്ക് സാറിനെ സ്വാഗതം ചെയ്യും. അതിനുശേഷം സാർ അടുത്ത സെഷൻ എടുക്കുകയും ചെയ്യും. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിച്ചതുപോലെ ബഹുമാനപ്പെട്ട സാബുസാറാണല്ലോ ഇന്ന് നമുക്ക് രാവിലത്തെ ധ്യാനം എടുക്കുന്നത്. സാബുസാറിന്റെ വിവരങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. ഔപചാരികതയ്ക്ക് ഞാൻ സ്വാഗതം പറയുവാനായിട്ടാണ് നിൽക്കുന്നത്. സാബുസാറെ നമ്മുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ട്രഷററായിട്ട് സേവനമനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ കൊല്ലാട് സ്വദേശിയാണ്. കൊല്ലാട് ബേദലഹീം മർത്തോം പള്ളിയുടെ വൈസ് പ്രസിഡന്റാണ്. സാറിനെ നമുക്ക് ബൈബിൾ സൊസൈറ്റിയുടെ ട്രഷററായിട്ട് ലഭിച്ചതിൽ ഏറെ സന്തോഷം. പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻനിരയിൽ നിന്നുകൊണ്ട് സാറ് പ്രവർത്തിക്കുന്നു. സാറിന്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ രാവിലത്തെ ധ്യാനചിന്ത നമുക്ക് എല്ലാവർക്കും അത് പ്രയോജനകരമായി തീരുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സാറിനെ എല്ലാവരുടെയും ഈ രാവിലത്തെ ചിന്തയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട സാറിനെ സ്വാഗതം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്
ദൈവനാമത്തിന് ദൈവത്തുണ്ടാവട്ടെ. ഏറ്റവും ബഹുമാന്യനും ഈ ബൈബിൾ സൊസൈറ്റിയുടെ ചുക്കാൻ കൗൺസിലറുടെ ചുക്കാൻ പിടിക്കുന്നതുമായ നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി അവർ ജേക്കബ് ആന്റണി കൂടത്തിൽ വെച്ച് എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ബൈബിൾ സൊസൈറ്റിയുടെ വക്താക്കൾ, സ്നേഹിതരും കൗൺസിൽ മെമ്പർമാരെ കുറിച്ച് ഉൾപ്പെടെയുള്ളവർ എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തരും. ഓരോ ദിവസവും നമുക്കിങ്ങനെ ദിനംതോറും ദൈവം നമ്മളിങ്ങനെ നടത്തുകയും നയിക്കുകയും ഓരോ ദിവസത്തെ ആയുസിൽ വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും. ഇതിനെ കണ്ടുവരുത്താനും ഈ കുട്ടിയുടെ പ്രതീക്ഷ ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുന്നതും ഒരു പ്രഭാതം കാണിക്കാൻ ഇടയാക്കിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. വ്യക്തമായ വിവരമില്ലാതെ ഒരു ചെറിയ ധ്യാനത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്നത്തെ ആ പ്രത്യേക ധ്യാനത്തിന് വേണ്ടി ഈ പ്രായപ്പെടുന്ന ലേഖനം 11-ാം അധ്യായം 16-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സസ് 16. അവർ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലഭിച്ചിട്ടില്ല. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, മനോഹരമായ പ്രഭാതത്തിനായി, മനോഹരമായ അന്തരീക്ഷത്തിനായി, കത്തീഡ്രലായി ഞങ്ങൾ സ്തുതിക്കുന്നു. നീ സ്നേഹിക്കുന്ന മക്കള് ഇത്രയും പേര് ഒരുമിച്ചപ്പോൾ ഞങ്ങൾ ഒരുമനപ്പെട്ട ഒരു മനസ്സോടെ ഒരേ ആത്മാവ് അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുക. അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ആരും രചിച്ചു പോയിട്ടില്ലല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതപരമായി നടത്തിയതും ജീവബലിയും വഴി നടത്തുന്നതുമാണ്. ഞങ്ങളെ വീണ്ടെടുത്തതാണ്. മനോഹരമായ ഒരു രീതിയിലേക്ക് മടങ്ങി വരുന്ന കർത്താവിനെ നോക്കി പ്രാർത്ഥിക്കുന്നവരായി ജീവിക്കാൻ, ആ ദർശനത്തോടെ ജീവിക്കാൻ ഞങ്ങൾ സഹായിക്കണമേ. ദൈവം കൊണ്ടുവരണമേ. ഇന്നത്തെ വചനധ്യാനം ദൈവത്തിന് ഏറെ പ്രിയപ്പെടും, മനുഷ്യർക്ക് പ്രയോജനമുള്ളതായിരുന്നു. സകല മഹത്വവും കുറിച്ചേക്കുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. എഴുതിയ ലേഖനം ആരെഴുതി എന്നുള്ളതൊക്കെ വലിയ ചർച്ചയാണ്. ഞാൻ വിശ്വസിക്കുന്ന പോലെ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. അവരുടെ അൺനോൺ ഓണർ എബ്രായർക്ക് വേണ്ടി എഴുതിയ ലേഖനത്തിൽ വിശ്വാസത്തിന്റെ സ്ഥിരതയെക്കുറിച്ചും അനിവാര്യതയെക്കുറിച്ചും വളരെ ഭംഗിയായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ 11-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ വിശ്വാസത്തിന്റെ ഒരു ചെറിയ നിർവചനത്തോടെയാണ്. ആ വിശ്വാസ താല്പര്യങ്ങളുടെ മനുഷ്യനെ എങ്ങനെ നിലനിർത്തണം, എന്നാൽ അതിന് വലിയായി ചില മനുഷ്യരെ കുറിച്ച്, ചില വിശ്വാസ വീരന്മാരെ കുറിച്ച്, നമ്മുടെ ചില പൂർവ്വപിതാക്കന്മാരെ കുറിച്ച് അക്കമിട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ദൈവം ഈ 16-ാം വാക്യത്തിൽ പറയുകയാണ്. അവർ ആലോചനകളുണ്ട്, കുറേക്കാരുടെ ലിസ്റ്റ് വാങ്ങിയത്. അവർ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ കാക്ഷിച്ചു. അവരാകയാൽ അവരുടെ ദൈവം എന്ന് പറയുമ്പോൾ എനിക്ക് ലജ്ജയില്ല. എന്റെ ദൈവം എന്ന് പറയാൻ ദൈവത്തിൽ ലജ്ജ കാണും. നിങ്ങളുടെയൊക്കെ ദൈവം എന്ന് പറയാൻ ചിലപ്പോൾ ലജ്ജ കണ്ടിരിക്കാം. കാരണം നമ്മൾ ദൈവത്തെ ഒരുപാട് ലജ്ജിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം നമ്മളെ ലജ്ജിപ്പിക്കുകയില്ല, അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ ലജ്ജിപ്പിക്കത്തില്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ ജീവിതചര്യയിൽ, ചിന്തയിൽ, പ്രവർത്തനത്തിൽ, കാലാകാലങ്ങളുള്ള ജീവിതത്തിൽ എത്രയോ ആവശ്യം നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ നമ്മൾ ദൈവത്തെ ലജ്ജിപ്പിച്ചവരാണ്. ദൈവം നമ്മളെ ലജ്ജിപ്പിക്കാതെ ഈ ഭൂമിയുടെ വരവിത്തോളം നിർത്തിയതാണ്. ദൈവം കൃപയാണ്. പക്ഷെ ദൈവം ചിലരെ പേരെന്ന് പറയുകയാണ്. അവരുടെ ദൈവം എന്ന് പറയുവാൻ എനിക്ക് ലജ്ജയില്ല. അതാരെയാണ് ഓടിച്ചു പറയാൻ. ഒന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന 11-ാമത്തെ അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ ആബേൽ നിങ്ങൾക്കറിയാം, ഏറ്റവും ഉത്തമ യാഗം ദൈവത്തിന് ലഭിച്ചു. നീതിമാൻ സാക്ഷ്യമുണ്ട്. അവന്റെ രക്തം ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അവൻ വിശ്വാസത്തെ സംസാരിച്ചു. എന്തുകൊണ്ടാണെന്നറിയോ? ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഞാൻ അതല്ല ആബേൽ ഏറ്റവും ഏറ്റവും അനുയോജ്യവും ഏറ്റവും ഉത്തമവുമായത്, ഏറ്റവും അമൂല്യമായത്, ഏറ്റവും വിലപ്പെടുന്ന മോസ്റ്റ് ഇൻവാല്യുബിൾ തിങ് ഹി ഹാഡ്
He has placed it before the Lord. ഏറ്റവും ഉത്തമമായ ദൈവത്തിന് കൊടുക്കുക. ഏറ്റവും ഉത്തമമായതാണോ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്? നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു അംശം, ജീവിതത്തിന്റെ ഒരു ദശാംശം എങ്കിലും ദൈവത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയുന്നു. ദൈവത്തിന് കൊടുക്കാൻ ഒരു മനസ്സ്, സമ്പത്ത് കൊടുക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും പ്രവർത്തനം കൊണ്ടും കൈത്താങ്ങൽ കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്ന, ദൈവം പ്രസാദിക്കുന്ന ഒരു കാഴ്ച ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നു. ഈ ചെറിയ ടൈറ്റ് കൊടുക്കണം. ടൈറ്റിനേക്കാൾ കൂടുതലാണ് പുതിയ നിയമം പറയുന്നത്. അത് കൊടുക്കുമ്പോൾ ടൈറ്റാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കവറിട്ടാൽ ദൈവം മുന്നാകെ നിങ്ങൾ വിശ്വസ്തരാകണമെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന മുഴുവൻ എഫ്ഡിയുടെയും മ്യൂച്വൽ ഫണ്ടിന്റെയും വാടക കിട്ടാറുണ്ട്, റെന്റ് കിട്ടാറുണ്ട്, അതിന്റെ നിങ്ങളുടെ വരുമാനത്തിന്റെയും കൃത്യമായ ദശാംശത്തിന്റെ മുകളിലെ ദശാംശം എന്ന് എഴുതിയൊരു കവറിൽ ആ പേരിൽ കൊടുക്കാവും. കാരണം God knows everything. ദൈവത്തിന് അറിയാൻ പാടില്ല. Nothing is invisible before the Lord. ഞാൻ ചില പറയാം, എവറസ്റ്റിന്റെ കൊടുമുടിയിൽ ഒരു ചെറിയ പുൽനാം നനഞ്ഞതും പസഫിക്കിന്റെ ആഴത്തിൽ ഒരു പൂഞ്ഞാൻ ചൊറ്റപ്പെടുന്നതും നിങ്ങളുടെ ഓരോരുത്തരുടെ ദീർഘവിശ്വാസങ്ങളും തിരിച്ചറിയാവുന്ന ശക്തനായ ദൈവത്തിന് നിങ്ങളുടെ പോക്കറ്റും നിങ്ങളുടെ എഫ്ഡിയും നിങ്ങളുടെ സമ്പത്തും ദൈവം അറിഞ്ഞു തന്നതും ദൈവം നിശ്ചയമല്ലാതെ ലഭിച്ചതും ഒക്കെ വാരിക്കൂട്ടി കാണാം, ചേർത്ത് പിടിച്ചത് കാണാം, ദൈവികമല്ലാതെ അറിഞ്ഞ് ദൈവികമായി വന്നത് കാണാം. ഇതെല്ലാം അറിയാവുന്ന ദൈവം. Also try to do the best Lord. ഏറ്റവും മഹനീയവും ഏറ്റവും ശ്രേഷ്ഠവും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ ദൈവം നിങ്ങളുടെ ദൈവം എന്ന് പറയുവാൻ ലജ്ജിക്കുകയില്ല. സ്പീഡിൽ പോട്ടെ. ആനന്ദ മരണം കാണാൻ രംഗപ്പെട്ടത് ദൈവത്തോട് കൂടെ നടന്നത്. അവരെ ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്. നടക്കണമെങ്കിൽ നിങ്ങൾ ഒരേ ഡെസ്റ്റിനേഷൻ ഒരേ ലക്ഷ്യത്തിലേക്ക് നടക്കണം. ഒരേ സ്പീഡിലായിരിക്കണം. ഒരേ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളായിരിക്കണം സംസാരിക്കണം. ഒരു ദിവസം നടക്കും, അവരോട് പോകാൻ പോകും, അവര് നമ്മൾ ചേരുന്നു. അപ്പൊ താല്പര്യമുള്ള വിഷയങ്ങൾ ഒന്നായിരിക്കണം, ദർശനം ഒന്നായിരിക്കണം, കാഴ്ചപ്പാട് ഒന്നായിരിക്കണം, വിഷയങ്ങൾ ഒന്നായിരിക്കണം, ഒരേ സ്പീഡിലായിരിക്കണം, ഒരേ ദിശയിലായിരിക്കണം. അങ്ങനെ ദൈവത്തോടൊപ്പം നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെ നടന്ന് ജീവിച്ചു മനുഷ്യൻ. അദ്ദേഹം ദൈവത്തെ പ്രസാദിപ്പിച്ചു. He always tried to please God. നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കും പലപ്പോഴും. ഭർത്താവ് ഭാര്യയെ, ഭാര്യ ഭർത്താവിനെ, മക്കളെയും ഒക്കെ പ്രസാദിപ്പിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിച്ച ആളാണ് ആനോക്ക്. അതുകൊണ്ട് ദൈവം പറയാ, ആനോക്കിന്റെ ദൈവം എന്ന് പറയുക എനിക്ക് ലജ്ജയില്ല. മൂന്നാമതൊരാളുടെ പേരോട് പറഞ്ഞേക്ക് നോഹ. അക്കാലത്തെ നീതിമാനും നിഷ്കളങ്കരുമായ ഒരു മനുഷ്യൻ. അതുപോലെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല, ഭൂമിയിൽ ആകാശത്ത് ഒരു വെള്ളം പെയ്തിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. എങ്കിലും ദൈവം പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ ലോകത്തോട് പ്രസംഗിച്ചു നടന്നു. ഇവിടെ മഴ പെയ്ത് ഈ ഭൂമി പ്രളയത്താൽ നശിക്കാൻ പോകുന്നു. ദൈവം എന്നോട് കൽപ്പിച്ചു. ആരും കേട്ടില്ലായിരുന്നു. അത് ഏറ്റെടുത്ത ഒരു വിശ്വാസം. കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഭൂമിശാസ്ത്രപരമായി അന്നത്തെ കാലത്തെ ശാസ്ത്രീയമായി ഒന്നും മഴ എന്താണെന്ന് അറിയാൻ പാടില്ല. അക്കാലത്ത് ഒരിക്കലും സംഭവ്യമല്ല എന്ന് സാധാരണ മാനുഷിക ബുദ്ധിക്ക് തോന്നുന്ന കാര്യം. ഒരു ഹ്യൂമൻ ഇന്റലക്ച്വൽ അക്യുമിൻ ഒരിക്കലും അത് നമുക്ക് റീസണിങ് ഇല്ലാത്ത ഒരു കാര്യമായി തോന്നിയാലും സർവത്തിന്റെയും ഉടയവനായ ദൈവം പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ ഞാനത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. അങ്ങനെയാണ് നോഹ രക്ഷപ്പെട്ടൊരു പെട്ടെന്ന് പണിതു. വിശ്വാസത്തെ കഥയെന്നും അറിയാം. അതുകൊണ്ട് ദൈവം പറയാണ് നോഹയുടെ കാര്യം പറഞ്ഞില്ല. ഈ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ ഈ 400 കാര്യം പറയാം. നോഹയുടെ ദൈവം എന്ന് പറയുവാൻ എനിക്ക് ലജ്ജയില്ല. അബ്രഹാമിനെ കുറിച്ച് അവിടെ തന്നെ പറഞ്ഞു. ഞാൻ ഈ പറയുന്ന വിശ്വാസവീരന്മാരാവുക അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ പരാമർശിച്ചതിന് ശേഷമാണ് അവരുടെ ദൈവം എന്ന് പറയാൻ എനിക്ക് ലജ്ജയില്ല. അബ്രഹാം അവരുടെ ഒരു പ്രതിമകളൊക്കെ ഉണ്ടാക്കി വയ്ക്കൊണ്ടിരുന്ന ദൈവത്തെ അറിയാത്ത മനുഷ്യൻ. അവരുടെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞില്ല. എല്ലാവർക്കും അറിയാം. കളിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അതിനോട് വേർച്ചു പോകും.
How is ഒന്നും അറിയാൻ പാടില്ല. പക്ഷെ ഈ വോയിസ് ദൈവം പറഞ്ഞാൽ മറ്റൊന്നും ചിന്തിക്കാതെ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക. നമ്മുടെ പ്രശ്നമാണല്ലോ, ദൈവം പറഞ്ഞാലും കാണിച്ചാലും ബോധ്യപ്പെട്ടാലും കൺഫേംഡ് ആണെങ്കിലും കൺവിൻസ്ഡ് ആണെങ്കിലും നമുക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കൊണ്ടുവരിക. അഥവാ ഒരു സ്റ്റെപ്പ് വെച്ചാലും എങ്ങനെയെന്നറിയോ, നമുക്ക് ഒരു സ്റ്റെയർ കേസ് മുഴുവൻ കാണാം കയറിപ്പാറുള്ളത്, എന്നാലും നമ്മൾ ഒരു സ്റ്റെപ്പ് കൊണ്ടുവരും. ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെയല്ല. ഒരു കാലെടുത്തോട് നിൽക്കുമ്പോഴാണ് അടുത്ത നട, അടുത്ത സ്റ്റെപ്പ് ദൈവം കാണിക്കുന്നത്. എല്ലാ വിശ്വാസികളുടെ ചരിത്രം പരിശോധിച്ചാലും അങ്ങനെ അറിയാം. നമുക്കങ്ങനെ സ്റ്റെയർ കേസിന്റെ അടച്ചോടെ കണ്ടാലും നമ്മൾ പോകും. കാരണം നമ്മുടെ ഇന്റലക്ച്വൽ അക്യുമെന്റും റീസണിംഗ് പവറും ലോജിക്കും ഒക്കെ ഇറ്റ് ഈസ് നോട്ട് ബ്ലോക്കിംഗ് ടു ഡു ദ വിൽ ഓഫ് ഗോഡ്. ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ അതൊക്കെ തടസ്സപ്പെടുമോ? അബ്രഹാം അതൊന്നും നോക്കി അതുകൊണ്ട് വിശ്വാസികളുടെ പിതാവ്. ഇത് പറഞ്ഞു സാറ അപ്പത്തന്നെ പറഞ്ഞിരിക്കുന്നു, പുത്രോത്പാദന ശേഷി നഷ്ടപ്പെട്ടു. ശിഖരപ്പൊടി സെറ്റായി, അതിനുള്ള ശേഷിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. ദൈവം നിനക്കൊരു പുത്രനെ തരുമെന്ന് പറഞ്ഞപ്പോൾ സാറായി ചിരിച്ചെങ്കിലും വിശ്വസിച്ചു. ആ വിശ്വാസം ദൈവം കളഞ്ഞു. ഇവരെല്ലാം പറഞ്ഞേക്കാൻ ഇത്രയും പേരുടെ കാര്യം പറഞ്ഞേക്കാണ് 15-ാം വാക്യത്തിലെ പറഞ്ഞ 16 പറയുന്നത്. ഇവരുടെ ദൈവമെന്ന് പറയുവാൻ എനിക്ക് ആർക്കാണ്? അവരുടെ ദൈവം എന്ന് പറയാൻ അവർക്കെല്ലാം ഉണ്ടായിരുന്ന ഒരു കോമൺ കാര്യം ബാക്കി പറയുന്നു. അവരെല്ലാവരും അതില് 13-ാം വാക്യത്തിൽ പറയും, അന്നത്തെ ദേശം കണ്ട് അഭിനന്ദിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ഒരു മനോഹരമായ നിത്യത ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യത മുന്നമേ കണ്ട് ദർശനമായി കണ്ട് അഭിനന്ദിച്ചു എന്ന് പറഞ്ഞാൽ അതിനോട് മോഹിച്ചു, അതിനെ ബഹുമാനിച്ചു, അത് ആഗ്രഹിച്ചു. അത് ഇങ്ങനെ കണ്ടോണ്ടാണ് ജീവിച്ചത്. അതുപോലെ തന്നെ പുതുദേശം അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ഡാക്ടർമാർ പോയിരിക്കുന്ന പഴയ ദേശമല്ല, അന്വേഷിച്ചു. അതിനെ നോക്കിക്കാണാൻ താല്പര്യപ്പെട്ടു. അവർ വിട്ടുപോകുന്നതിലേക്ക് മടങ്ങിപ്പോയില്ല. കളഞ്ഞതിനൊന്നും അവർ തിരിച്ചു പിടിച്ചില്ല. കാരണം അവരുടെ ഗമനം മുന്നോട്ട്, അവർക്കൊരു ദർശനമുണ്ടായിരുന്നു. മനോഹരമായ ഒരു നിത്യത ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതിനെ അവർ കണ്ടു. അത് ദൈവം ശില്പിയായി നിർമ്മിച്ച മനോഹരമായ ഒരു നഗരം ഞങ്ങൾക്കുണ്ട് എന്ന് അന്നത്തെ കാലത്തെ പൂർവ്വപിതാക്കന്മാർക്ക് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് ആ നഗരത്തെ നോക്കി അവർ യാത്ര ചെയ്തു. എന്തിനാണ് വാസ്തവത്തിൽ യേശു ക്രിസ്തു ജനിച്ചത്? ക്രിസ്മസൊക്കെ നമ്മൾ തകർത്ത് വാരി സെപ്പറേറ്റ് ചെയ്തു, ആർഭാടത്തോടെ ആഘോഷത്തോടെ തിമർപ്പോടെ തകർത്ത് കളർഫുള്ളാക്കി സെലിബ്രേറ്റ് ക്രിസ്മസ്. What is the purpose of his birth on the face of the earth? ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവം ജന്മമെടുത്തതിനാണ്. ചിലർ പറയും മരിക്കാനാണ്, നിശ്ചയമായി മരിക്കാനാണ്. ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? Is there a purpose for God to create man on the earth? അവൻ കുനിഞ്ഞ ഭൂമിയിൽ നിന്ന് പൊടിയെടുത്ത് മനുഷ്യനെ കരം കൊണ്ട് കരഞ്ഞുണ്ടാക്കി ജീവന്റെ ശ്വാസം ഒന്നിലൂടി അവനേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചു. അവൻ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവനെ സൃഷ്ടിച്ചു. എന്തിനാണ് അവനെ സൃഷ്ടിച്ചത്? ദൈവത്തിനുള്ള ഒറ്റ പർപ്പസ് ഏതാണ്? മനുഷ്യനോട് വാഴുവാൻ ജീവിക്കാനുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയത്. So the creation has got a purpose that God wants to dwell with his people. ഇതിനായ വീഴ്ചയുണ്ടായി, fall. So creation എത്തിയപ്പോൾ വീഴ്ചയുണ്ടായി, fall ഉണ്ടായി. അല്ലെങ്കിൽ മനുഷ്യൻ അനുസരണത്തിൽ കാണിച്ച് തെറ്റിപ്പോയി. അതിപരിശുദ്ധമായ ദൈവത്തിന് ഭാവിയെ മനുഷ്യനോട് ഒത്തുചേർന്ന് നിൽക്കാൻ കഴിയില്ല. അവൻ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കണം. തന്റേതായിരുന്നു, തന്റെ കരങ്ങൾ വരുന്നുണ്ടാക്കിയതാണ്, തന്റെ ശ്വാസമാണ് ഊതിയിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയി, പാപത്തിനടിമയായി പോയി, മനുഷ്യൻ തെറ്റിപ്പോയി. താൻ ഉദ്ദേശിച്ച രീതിയിലല്ലാത്തതുകൊണ്ട് സ്വർഗത്തിനൊരു പ്രവേശനം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവനെ അതിൽ നിന്നും വീണ്ടെടുക്കും. അറ്റോൺമെന്റ്, പാപപരിഹാരം നടത്തണം. So creation, fall and atonement
is God's purpose in the Bible. ആറ്റോണിക പാപത്തിന്റെ പരിഹാരം, അതിനാണ് കാലസമ്പൂർണ്ണതയുടെ പുത്രനായ യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചത്. എല്ലാവരും പറയും പാവത്തെ വിളിച്ചിട്ടുണ്ടല്ലോ, നമ്മോട് മണ്ണിൽ തീരാനോ, നല്ല മനുഷ്യനെ ജീവിതത്തിൽ ജീവിക്കാനോ? ഒന്നുമല്ല. The ultimate aim of God is to take you to eternity. ഇതിനാ സുവിശേഷം പ്രസംഗിക്കുന്നത്. Why you preach gospel? To make few good people അല്ല, കുറെ നന്മയുള്ള മനുഷ്യരെ സൃഷ്ടിക്കാനല്ല, അവരുടെ പാപങ്ങൾ വെറുതെ പരിഹരിച്ച് അവസാനിപ്പിക്കാനല്ല. We are all marching to our final destination. The ultimate destination is eternity. നിത്യതയിലുള്ള യാത്രയാണ്. ആ ബോധ്യം, ആ ഉറപ്പ്, ആ ധൈര്യം, ആ പ്രാഗല്യം, ആ നിശ്ചയം നമ്മളെ എപ്പോഴും ഭരിച്ചു. നിത്യത എന്നുള്ളത് സത്യമാണോ? നിത്യ. നല്ല വിശ്വാസക്കാരുടെ ആളുകൾ ഇതിനെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നത്. People have not yet confirmed ഒരു റീഅഫർമേഷൻ കിട്ടാത്തവരുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ദൈവത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഈ പരിപാടികളെല്ലാം ദൈവം ചെയ്തതും തന്റെ ഏകപുത്രനെ ഭൂമിയിലേക്ക് അയച്ചതും എല്ലാം മനുഷ്യനെ നിത്യതയെത്തിക്കാനാണ്. That is the ultimate purpose. That is the final destination. ഒറ്റ കാര്യങ്ങളിൽ അല്ലാതെ ഒന്നും അല്ല. പാപത്തെ കഴിക്കുന്നതിനൊക്കെ അതിനു വേണ്ടി, ഈവൻ പാപപരിഹാരം നടത്തുന്നതിന് വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്ക് താഴേക്ക് ഇറങ്ങി വന്നു. Came all the way from God down to earth and died for you. കാൽവരി ക്രൂശിൽ പാപത്തിന്റെ ശിക്ഷയേറ്റെടുത്ത് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, അതിലുപരി നിത്യതയ്ക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തിൽ നിന്നും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിക്കുന്ന ഏകരക്ഷകൻ, ഏക മധ്യസ്ഥൻ, ഏക വീണ്ടെടുപ്പുകാരൻ. ഇതിനായി നിത്യത കർത്താവിന്റെ വലതുഭാഗത്തിൽ നിന്നറിയോ? എന്റെ മക്കൾക്ക് രോഗം സൗഖ്യമാക്കണമെന്നോ പ്രശ്നങ്ങൾ തീർക്കണമെന്നൊന്നുമല്ല. ഞാൻ തിരഞ്ഞെടുത്ത് എന്റെ വില കൊടുത്ത് മേടിച്ച എന്റെ ആളുകൾ അവരെന്റെ മുന്നിൽ കാണും. Nobody can snatch them out of the way. ആർക്കും തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. നമ്മൾ ദൈവത്തിന്റെ വകയാണ്, ദൈവത്തിന്റെ കുഞ്ഞാടുകളാണ്. കാൽവരി ക്രൂശിലെ അതിപരിശുദ്ധമായ തിരുരക്തം, ആ ഊനമില്ലാത്ത കുഞ്ഞാടുകളുടെ തിരുരക്തം, the blood of that blood is now. He has given us a ransom and purchased you. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിപ്പെട്ടവരാണ്, മക്കളാണ്, അവകാശികളാണെന്ന് പറഞ്ഞത്. യെസ്, അതുകൊണ്ട് മക്കളെന്ന് അവകാശമായുള്ള എന്റെ സ്വത്തോ എന്റെ വീടോ ആർക്കുള്ളോ, ഞാൻ ജീവിച്ചിരുന്നാലും വീട്ടിൽ എഴുതാതെ മരിച്ചാലും മക്കൾക്ക് അവകാശമായിരുന്നു. So whatever is there in heaven is to be inherited by his children. മക്കൾക്കാണ് അവകാശം, എല്ലാവർക്കും അവകാശപ്പെട്ടതല്ല. മക്കളെന്ന ബോധ്യം, ആ നിശ്ചയം തിരുവട്ടം കൊണ്ട് എന്നെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ എന്റെയും പേരുണ്ട്, മക്കളെ പേരുണ്ട്. അവിടെ വിൽപ്പത്തത്തോടെ ആ മക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ ബോധ്യം നോക്കണം. അങ്ങനെയുള്ളവർക്കാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് ജയമുണ്ട്, വിടുതലുണ്ട്, ആശ്വാസമുണ്ട്, സമാധാനമുണ്ട്, സൗഖ്യമുണ്ട്, അത്ഭുതമുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകലതും സാധ്യം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകല വിഷയങ്ങൾക്കും നീക്കുപോക്കുണ്ട്. നീക്കുപോക്കില്ലാത്ത വിഷയം തരികയില്ല, പരിഹാരമില്ലാത്ത പരീക്ഷ തരികയില്ല. നമുക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. പക്ഷെ അതല്ല, അതെല്ലാം ഉണ്ട്, അതെല്ലാം ലഭിക്കും. ആത്യന്തികമായ ലക്ഷ്യം നിത്യതയിലേക്ക്. നമ്മളെല്ലാം നിത്യതയിലേക്ക് നമ്മൾ നമുക്ക് എന്നാ വേണ്ടി എന്താ സുവിശേഷം? അയ്യോ, നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ്. ഈ ഗ്രീക്ക് ഭാഷയിലെ പാവത്തിന് മറ്റൊരു അർത്ഥമുണ്ട്, മിസ്സിംഗ് ദ മാർക്ക് എന്ന് പറഞ്ഞാൽ വഴി തെറ്റി പോവാന്ന്, ലൈൻ തെറ്റി പോവാന്ന്. വഴി തെറ്റി പോകുന്നവർക്ക് എന്ന് കാണിക്കുന്ന സുവിശേഷം. അതിനുള്ള വഴികളാണ് പാപപരിഹാരവും ക്രൂശുമരണവും കർത്താവിൽ വിശ്വസിക്കുന്നതെല്ലാം. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശം സുവിശേഷ പ്രവർത്തനം മാറ്റമില്ലാതെ ദൈവത്തിനും ലോകത്തിന് കൊടുക്കുന്നത് മാർഗനിർദ്ദേശം, യഥാസ്ഥാനപ്പെടുത്തണം. മാർഗനിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമാണ്. ഈ വഴി കാണിച്ചു കൊടുക്കുന്ന സുവിശേഷം. ഈ വഴി തെറ്റിപ്പോകുന്നവരെ കുറിച്ചുള്ള വലിയ ദുഃഖവും ഭാരവും
അപ്പൊ ബൈബിൾ സൊസൈറ്റി ചെയ്യുന്നത് ദൈവത്തിന്റെ രാജ്യം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ക്രിയ ചെയ്യുന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനം ഇത് നിങ്ങളുടെ ഭരണഘടനയാണ്, നിങ്ങളുടെ മാർഗദർശിയാണ്, നമ്മളെ യഥാസ്ഥാനപ്പെടുന്നതാണ്, നമ്മളെ വഴികാട്ടുന്നതാണ്, നമ്മളെ നിത്യതയോളം എത്തിക്കുന്നതാണ്. അത് മനുഷ്യന്റെ കയ്യിൽ കിട്ടുമ്പോൾ അവൻ കർത്താവിനെ അറിയുക, ഒന്ന്, അവൻ രക്ഷിക്കപ്പെടുക, രണ്ട്, പാപം ചെയ്യാതെ കഴിവുള്ള ചെയ്തില്ല. പക്ഷേ അവസാനമായ അതിന്റെ ലക്ഷ്യം അവനും ഈ നിത്യതയിലെത്തണം. നമ്മൾ പറഞ്ഞാൽ നമ്മൾ സുവിശേഷം പറയുന്നവരുണ്ട്. So we are trying to bring the others as co-laborers. സഹയാത്രികളായിട്ട് നമ്മളെ കൂടെ കൊണ്ടുവന്നതാണ്. സഹയാത്രികളെ വേണ്ടിയിട്ട് പോകുമ്പോൾ അവരെ നമ്മുടെ കൂടെ കൈപിടിച്ച് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്പിരിച്വൽ മെന്റർ എന്നൊക്കെ പറയും. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മെന്റർ ചെയ്തെത്തിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. ഞാൻ എപ്പോഴും പറയും അച്ഛന്മാരോടൊന്നും പുസ്തകിക്കുക, കാരണം അവരാണ് നമ്മളെ വഴി നടത്തുന്നവർ, ആത്മീയ ദർശനം പകരുന്നവർ. And they are serving us from the same bread and the cup. നമ്മള് പല സഭകളുള്ളവരുണ്ട്. We are all serving one Lord. Serving them one cup. ഒരു പാനപാത്രം കുടിക്കുന്നവരാണ്. And breaking the one bread. ഒരേ അപ്പത്തിന്റെ അംശികളാണ്. അതാണ് നമ്മുടെ കൂട്ടിയോജിക്കുന്നത്. അതായത് ഇതിനകത്ത് മാറ്റമില്ലാത്ത വചനം എല്ലാവർക്കും ഒരുപോലെ. So this is the ideal platform to come together. അടുത്ത ഞായറാഴ്ച ഐക്യ ഞായറാഴ്ചയൊക്കെ ഭർത്താവ് സഭ പ്രഖ്യാപിച്ചിരിക്കും. ഞങ്ങളുടെ ഇടവകയിലൊക്കെ അന്ന് CSC പള്ളി വെച്ചാൽ അടുത്ത വർഷം ഭർത്താവ് അവിടെ വെച്ച് CSC ഇങ്ങനെ മാറി മാറില്ല. അപ്പം ഈ ഐക്യ ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ we are not confined within the four walls of our own church. We are far beyond that. We need to accept and accommodate people of the same faith. ഈ വിശ്വാസത്തിലുള്ളവരെ ചേർത്ത് പിടിക്കാൻ കഴിയണം. അതായിരിക്കണം നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് നമ്മുടെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം നിത്യതയാണ്. നിത്യത ഒരു പരമാർത്ഥമാണ്. നിത്യതയ്ക്ക് വേണ്ടിയാണ് മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. നിത്യതയ്ക്ക് വേണ്ടിയാണ് ദൈവം കുറിച്ച് ഭരിച്ചത്. നിത്യതയ്ക്ക് വേണ്ടിയാണ് നിത്യത ദൈവത്തോടൊപ്പം വാഴുവാനാണ് എല്ലാ സുവിശേഷ പ്രക്രിയകളും എല്ലാ ഭൂമിയിൽ ദൈവത്തിന്റെ പദ്ധതികളും ഭൂമിയിൽ നടപ്പാക്കിയത്. എന്നാൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ പാപങ്ങളുണ്ട്, നമ്മൾ വീണ് പോകാറുണ്ട്, തെറ്റിപ്പോകാറുണ്ട്, പുറകോട്ട് പോകാറുണ്ട്, സംശയിക്കാറുണ്ട്. ഇതെല്ലാം നമുക്കുണ്ട്. അവിടെയൊക്കെ നമുക്ക് തരുന്നതിനകത്ത് ഈ ദൈവവചനവും ദൈവിക മക്കളും ദൈവിക പ്രബോധനങ്ങളും ഒന്നുമല്ല. ഒരിക്കലും ഇങ്ങനെ ഒരു വൈദ്യുതി ഞാൻ പാപം ചെയ്തത് വിചാരിക്കുന്നു. ദൈവകൃപയുടെ ദിവസമാണ്. ദൈവസന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുവാൻ കഴിയും. ഏത് പാപവുമായിട്ട് വീടുപോയവർക്ക് ഒരു മടങ്ങി വരവുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ നമ്മൾ നിത്യതയിലെത്തുക എന്ന ഒറ്റ ലക്ഷ്യം. അത് മനസ്സിന്റെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ ആ ദർശനത്തോടെ ആ കാഴ്ചപ്പാടോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. അതോടെ കർത്താവ് പറഞ്ഞത് നിത്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വാസ്തവം വിൽക്കാൻ പോവുകയാണെന്ന് അല്ലേ. ഞാൻ 14 വാക്കിനപ്പോ ഞാൻ വാസ്തവം വിൽക്കാൻ പോകുന്നു. നിങ്ങൾ സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ മടങ്ങി വരും. നിങ്ങൾ കൂട്ടിച്ചാൽ അത് കമ്പാൻ മക്കളെയൊക്കെ ജോലിയിൽ പോകും, വരും, തിരിച്ചു വരും, നമ്മളെ ചേർക്കും എന്നതാണ്. അതുപോലെ തന്നെ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് എന്നെ അയച്ചവൻ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. നിത്യജീവനായിട്ട് ഞാൻ എന്നാ ചെയ്യണമെന്ന്. അപ്പൊ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ചിലവർ ഇവിടെ തന്നെ അനുഭവം തീരുകയാണ്. ഇവിടെ തീരുന്നവരെല്ലാം അങ്ങനെയാണെങ്കിൽ നിങ്ങളാരും സുവിശേഷ വരെയോ ആത്മീയ കൂട്ടായ്മയോ വലിയ ദർശനോ വലിയ നിത്യതയോ പ്രത്യാശയൊന്നും കണ്ടല്ലോ. Whatever you are doing for the Lord, rich rewards are waiting. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിശ്ചയമായി സംശയരഹിതമായി get it confirmed, reconfirmed and reaffirmed that there is an eternity for you. അല്ലെങ്കിൽ പ്രാണഭയത്താൽ നിങ്ങൾ മരിച്ചു. നിത്യതയെ കുറിച്ച് ഒരു ദർശനം കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ് മരണത്തെ ഭയപ്പെടുന്നത്. എനിക്ക് മരണത്തെ ഭയമൊക്കെ ഉണ്ട്. 2 കാരണങ്ങളാണ് മരണഭയം ഉണ്ടാകുന്നത്. എന്നാ, ഒന്ന്, ഞാൻ മരിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള നിശ്ചയമില്ലായ്മ. അതിനുള്ള വേറെ പോയിന്റ് ആഫ്റ്റർ ഡെത്ത്. ആ ഉറപ്പും ധൈര്യവും ഇല്ലാത്തതുകൊണ്ടാണ് മരണത്തെ ഭയക്കുന്നത്.
And the second reason to fear death എന്ന് പറയുന്നത് ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യ, എന്റെ മക്കൾ, ഞാൻ സ്നേഹിക്കുന്നവർ അവരൊക്കെ എന്നാ ചെയ്യുമെന്നുള്ള ചിന്ത. ചിലർക്ക് അതിനേക്കാൾ അപ്പുറമാണ്. ഞാൻ വെട്ടിപ്പിടിച്ചതും സ്വാംശീകരിച്ചതും എത്തിപ്പിടിച്ചതും പടുത്തുയർത്തിയതും എന്റെ ബന്ധങ്ങളും എന്റെ പേരും എന്റെ പള്ളിയിലെ പേരും നാട്ടിലെ ബന്ധവും ഞാൻ ഉണ്ടാക്കിയതൊക്കെ എന്റെ എല്ലാ ശൃംഖലകളും വിട്ടെറിഞ്ഞേച്ച് ഏതോ ഇരുട്ടിലേക്ക് മറയുന്നു. ഈ മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന അവിടെയൊക്കെ നിങ്ങൾ പറയേണ്ടിയിരിക്കേണ്ടത് ഈ ലോകത്തേക്കാൾ മനോഹരമായ, ഈ ഇരുട്ടിനേക്കാൾ മനോഹരമായ നിത്യതയുടെ പ്രകാശത്തിലേക്ക്, സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, നമുക്ക് മുമ്പ് പോയ പിതാക്കന്മാരുടെ സന്നിധിയിലേക്ക് ഒരു നിത്യത കർത്താവിനോട് വാഴുവാൻ എനിക്ക് ഒരു അവകാശം ലഭിച്ചിരിക്കുന്നു. ഞാൻ അങ്ങോട്ടാണ് പോകുന്നെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മരണഭയമില്ലാതെ ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് നിത്യത വളരെ സത്യമാണ്. ഇറ്റ് ഈസ് റിയൽ. നരകമുണ്ടോ? നരകവുമുണ്ട്. കർത്താവ് പറഞ്ഞ ഞാൻ തന്നെ വഴിയും സത്യം ജീവിതം എന്ന് ഒരേ ഒരു കർത്താവിനോട് മാത്രമേ രക്ഷയുള്ളൂ. നരകമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവമായി എന്നെ നീ അറിയിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ അറിയുന്നതിന്റെ നിത്യജീവനാണ്. അതുകൊണ്ട് ദാസന്റെ ധനവാന്റെ കഥ കേൾക്കാം. അവിടെ ഒരു നിത്യത ഉണ്ടെന്ന് വളരെ ഉറപ്പിക്കുന്നതാണ്. നീതിമാൻ വേർവാക്കാണ്. നീതിമാൻ സൂര്യനെ പോലെ പ്രക്ഷോഭിക്കും. അധർമ്മികൾ തീച്ചൂടിലും തീച്ചൂടുണ്ട്, കത്തുന്നതുണ്ട്, നിത്യതയുണ്ട്. ഇതിലൊക്കെ ചില സിംബോളിക് വ്യത്യാസങ്ങൾ കാണുമായിരിക്കും. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മൾ കാണുന്ന പോലെയോ കേൾക്കുന്ന പോലെയോ അല്ലായിരിക്കാം. അല്ലെങ്കിൽ തന്റെ മക്കൾക്ക് എന്നാ വരാം? എന്റെ അവകാശങ്ങളും എന്റെ പാർപ്പിടവും എന്റെ വീടും എന്റെ മക്കൾക്ക് അവകാശപ്പെടാൻ ഞാൻ എഴുതി വെച്ചു കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് അവകാശപ്പെട്ടതാണ് മക്കളായതുകൊണ്ട്. നാട്ടുകാർക്ക് എല്ലാം അവകാശപ്പെടാൻ പറ്റും. നിത്യത എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. യേശുക്രിസ്തുവിനെ മാത്രമേ ഉള്ളൂ. അടിപൊളിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ കാര്യം ദൈവത്തിന് അറിയാൻ നോക്കാൻ. അക്കോർഡിംഗ് ടു ദ കോൺഷ്യസ്, അവരുടെ മനസാക്ഷിക്ക് അനുസരിച്ചോ, അവരെ എങ്ങനെ വിധിക്കണമെന്നോ, അവരുടെ ബോധ്യം എന്താണെന്നോ, അവരിതൊക്കെ കേട്ടിട്ട് അനുസരിച്ചോ, അവർ റെസ്പോണ്ട് ചെയ്തോ, ഇതെല്ലാം നോക്കാൻ ഓരോ മനുഷ്യ മനസ്സിനെയും തിരിച്ചറിയുന്ന, നിങ്ങളുടെ ഞാൻ പറഞ്ഞ നിങ്ങളുടെ വിശ്വാസങ്ങൾ വരെ തിരിച്ചറിയുന്ന, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഹല്ലേലൂയ പറഞ്ഞാൽ ആർക്ക് ഹല്ലേലൂയ പറഞ്ഞു എന്ന് വ്യത്യസ്തമായ ശബ്ദത്തിൽ പറഞ്ഞാലും ഒരേ ശബ്ദത്തിൽ പറഞ്ഞാലും തിരിച്ചറിയാവുന്ന ദൈവമുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ പറയും ചെയ്യുന്നത്. പക്ഷേ നിശ്ചയമായും ആദിത്യതയിൽ എത്തുക എന്ന ലക്ഷ്യം, ദർശനം ഒരു ദിവസം ഒരു 2-3 പ്രാവശ്യം നമ്മൾ ചിന്തിക്കണം. നമ്മളെ അല്ലെങ്കിൽ എറ്റാലിറ്റി, ഇന്ന് ദൈവജീവിതം ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മുടെ പല മനസ്സിലേക്ക് എല്ലാവരും ഒക്കെ ആണെന്നില്ല. ഒരുപാട് പേരെ എനിക്ക് അവരുടെ FD, അവരുടെ മ്യൂച്വൽ ഫണ്ട്, അവരുടെ ഷെയർ മാർക്കറ്റ്, അവരുടെ ലാൻഡ്, അവരുടെ ലീസിന് കൊടുത്തിരിക്കുന്നത്, ഇതെല്ലാം പണം എവിടെയൊക്കെ കിടപ്പുണ്ടോ അതിനെ കുറിച്ചുള്ള ചിന്തയാണ് മനുഷ്യനെ. because I got this much. 50 ലക്ഷം രൂപ കിടക്കുന്ന 25 ലക്ഷം രൂപ കിടക്കുന്ന 10 ലക്ഷം രൂപ കിടക്കുന്ന എനിക്ക് മക്കൾക്ക് ജോലിയുടെ ഭാര്യയ്ക്ക് പെൻഷനുണ്ട്, എനിക്കുണ്ട്, മാനേജ്. ഈ മാനേജ് ചെയ്യാമെന്ന് മനുഷ്യൻ സ്വയമായി ചിന്തിച്ച് അവന്റെ പണം എവിടെയൊക്കെ കിടപ്പുണ്ടെന്ന് അതിന്റെയൊക്കെ പരിചയം എന്നാ വരുമെന്നുള്ള ചിന്ത അവ ഇല്ലാതുണ്ട്. അതുകൊണ്ടാണ് ആ ദിവസം പറയുന്നത് നിക്ഷേപകരിക്ക് കർമ്മത്തിന്റെ ക്രമീകരിക്കും. നാച്ചുറൽ കുറ്റം പറയുമെന്നല്ലേ. എല്ലാവരും നിങ്ങളോട് തന്നെ സ്വയം ഒരു ആത്മപരിശോധന നടത്തുകയും നാളെ എങ്ങനെ ജീവിക്കുന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ എവിടെയൊക്കെ എന്നാ കിടപ്പുണ്ട്, ആരൊക്കെ തരും, എന്റെ പെൻഷന്, വീട്ടിൽ കിട്ടാറുള്ളത്, ബാങ്കുകളിൽ ഇട്ടിരിക്കുന്ന ഇൻട്രസ്റ്റ്, അങ്ങനെയൊക്കെ മതി. ഇല്ലാത്തവരോ എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ കുറിച്ച് നാളെയെ കുറിച്ച് വിശ്വസിക്കുക. ദൈവതൊക്കെ കരുതിക്കൊള്ളു. മനസ്സിലായില്ലേ? ഈ വലിയ പുഷ്പങ്ങളെ പോലും സകല മഹത്വമുള്ള ശലോമോന്മാർ എല്ലാ മഹത്വത്തോടും ഇരിക്കുന്നതിനേക്കാൾ എത്രയോ ഭംഗിയായി നനഞ്ഞ് ദൈവം നിർമ്മിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നിങ്ങളുടെ ഹൃദയം കറങ്ങിപ്പോവുകയും വേണ്ട. നാളെയെ കുറിച്ച് വിചാരപ്പെടണ്ട. ഇതെല്ലാം സ്വർഗസ്ഥനായ ദൈവം പിതാവ് അറിയുന്നുവല്ലോ. നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ദൈവം പ്രവർത്തിക്കുന്ന ഓൾവേസ് അവിടെ 11 hours നേരത്തെ അഡ്വാൻസ് ആയിട്ട് ബ്ലെസ്സിങ്സ് എല്ലാം കാണിച്ച് നിങ്ങളെ എങ്ങനെ പോകും. നിങ്ങൾക്ക് ദൈവത്തെ വേണം.
അബ്രഹാം ഏകമകനായ ഇസ്ഹാക്കിനെ പരിഗണിക്കാൻ മോറിയ മലയിൽ കയറിയപ്പോൾ ആരോടും വേണ്ടിയില്ല, ഭാര്യ സാറായിയോട് വേണ്ടിയില്ല, വേലക്കാരോട് വേണ്ടിയില്ല, കടുതപ്പുറത്ത് പോക്കോ കൂട്ടി വിറകും സാധനങ്ങളും ഒക്കെ ആയിട്ട് പോവുക. സ്വന്തം മകനൊക്കെ ചോദിക്കുന്നുണ്ട്, അപ്പ എല്ലാം ഉണ്ടല്ലോ, വിറകും തീയുണ്ട്, അറക്കാനുള്ള ആളെന്തി യാഗവസ്ഥ പറഞ്ഞില്ല, അതൊക്കെ ദൈവം കരുതി പോയി. ആരോടും വേണ്ടിയില്ല, ആരോടും പറഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതിന്, ഏറ്റവും മൂല്യമുള്ളതിന്, ഏറ്റവും മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ലവ് അത് ദൈവം ചോദിച്ചു. കാരണം he knows that it is given by God. ദൈവം തന്നതറിയാം, കൊടുക്കണമല്ലോ. കയ്യും കാര്യം കെട്ടി വിടുവിടത്തിനും സുന്ദരനുമായ മകനെ ആ യാഗപീഠം പറഞ്ഞ യാഗത്തെ കിടക്കണോ 100 വയസ്സ് കഴിഞ്ഞ ആ ബുദ്ധനായ മനുഷ്യന്റെ കുഴിഞ്ഞ കണ്ടിരുന്നത് എത്രയോ കണ്ണുനീർ വീടുകാതെ ചങ്ക് പടയുന്നുണ്ടായിരിക്കും. ഭാര്യയുടെ പൊന്നോമന പുത്രനെ, ഏകപുത്രനെ കഴിക്കുമ്പോൾ തിരിച്ചത് ഭാര്യയോട് എന്നാ പറയും, ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കും? ഇതെല്ലാം ഈ സാക്രിഫൈസ് ദൈവത്തെ അനുസരിക്കാൻ ഇതെല്ലാം സഹിക്കാൻ തയ്യാറായി. വിശ്വാസത്തിന്റെ പിതാവ് അബ്രഹാമിന്റെ മടി എന്നൊക്കെ പറയുന്നു. ഇവിടെ അങ്ങോട്ട് കിടക്കി, അക്ഷരമില്ലാതെ കിടക്കുന്നു. മിന്നുന്ന ഒരു വാളെടുത്തു, ആകാശത്തിലേക്ക് ഉയർത്തി. The split of a second it can fall on the body of this അത് താഴെ ദൈവസംബന്ധിച്ചു. ഒരു അർദ്ധ നിമിഷത്തിനുള്ളിൽ ആ മിന്നി വിളക്കുന്ന വാള് മകന്റെ കഴുത്തിൽ വീഴാൻ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അബ്രഹാമേ, അബ്രഹാമേ, ദൈവം വിളിക്കുകയാണ്. 11 hour last moment. ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് ദൈവത്തിന് തെറ്റിയില്ല. തെറ്റിയില്ലെങ്കിൽ മകൻ നഷ്ടപ്പെടും. അവളൊന്നറിയാം, പിന്നെ ബലി കഴിച്ചാൽ ഈ ചാരത്തിൽ ഒരു ജീവനെത്തരം കഴിയുമെന്ന് ദൈവം കഴിയുമെന്ന് വിശ്വസിച്ചു. ആ ബാലനെ കൈവയ്ക്കുന്നത് കുച്ചിയുടെ കെട്ടിന് ആടിലേക്ക് പരിഗണിക്കാം. നമ്മുടെ ചില പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ ലാഗി സൊല്യൂഷൻ. എത്ര പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലല്ലോ നമുക്ക് ചിന്തിക്കും. There is a time for God and He will intervene the most appropriate time. ദൈവത്തിന്റെ ഇടപെടൽ ഏറ്റവും ഭംഗിയായി അനുഗ്രഹിക്കപ്പെട്ടില്ല സമയത്ത്. കഥകളെ പറഞ്ഞ് 5 മിനിറ്റുള്ളൂ, കഥകളെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരിക്കൽ ഈ ഇംഗ്ലണ്ടിന്റെ ഈ ലണ്ടന്റെ തീരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ലണ്ടനിൽ നിന്ന് അമേരിക്ക, നമുക്കറിയാം അറ്റ്ലാന്റിക് സമുദ്രം ക്രോസ് ചെയ്തത് ഫ്ലൈറ്റാണ് കൊറിയയിൽ ഓടിക്കുന്നത്. ആ സമുദ്രം ക്രോസ് ചെയ്ത് ന്യൂയോർക്കിലേക്ക് പോകുന്ന ഒരു കപ്പൽ ഫ്ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. ആ കപ്പല് ആഡംബര കപ്പലൊക്കെയാണ്, ടൈറ്റാനിക്കൊന്നുമില്ല. ആ കപ്പലിൽ യാത്ര ചെയ്തതിന്റെ പ്രതിഭാഗം കഴിഞ്ഞപ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടായി. ഏത് സമയവും കപ്പൽ ടൈറ്റാനിക്ക് വളരെ റഫ് ചെയ്യാം, അത് മുങ്ങി താഴാവുന്ന സ്ഥിതി വന്നു. കപ്പലിലുള്ള യാത്രക്കാരെല്ലാം പരിഭ്രാന്തരായി, അലറി പിടിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, ബഹളം വെക്കാൻ തുടങ്ങി. കപ്പിത്താൻ ഓടി നടക്കുന്നു, എന്താ ചെയ്യുന്നത് അറിയാൻ മേലെ ചരക്കുകളൊക്കെ എടുത്ത് പുറത്തു കളയുന്നു. ഇത് മുങ്ങാൻ പോകുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാമായിരുന്നു. ഒരമ്മച്ച് വളരെ കൂളായിട്ട് ഒരു ചാരികസാരെ മനോഹരമായ ഇംഗ്ലീഷ് പുസ്തകം വായിച്ചിട്ടില്ല. അപ്പൊ ഈ കപ്പിത്താൻ അത്ഭുതപ്പെട്ടു, എന്താ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ കപ്പൽ മുങ്ങാൻ പോകുന്നു. ശാന്തമായി ഒരു ചെറു പുഞ്ചിരിയോടെ നിങ്ങൾക്ക് കാര്യമില്ലേ, നിങ്ങൾ പേടിക്കുന്നില്ല, തീരാൻ പോകാൻ. സ്ത്രീ ഒരു മറുപടി പറഞ്ഞു, എനിക്ക് 2 മക്കളാണ്, 2 പെൺമക്കളാണ്. എന്റെ മൂത്ത മകൾ മരിച്ചുപോയി, രണ്ടാമത്തെ മകൾ ന്യൂയോർക്ക് പട്ടണത്തിൽ താമസിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ കപ്പൽ മുങ്ങി ഞാൻ മരിച്ചാൽ ഞാൻ എന്റെ മൂത്ത മകളോട് സ്വാഗതിക്കുന്നു. അല്ല, ഇത് രക്ഷപ്പെട്ട ന്യൂയോർക്ക് പട്ടണത്തിന്റെ തുറമുഖത്തെത്തിയാൽ ഞാൻ എന്റെ ഇളയ മകളോടൊപ്പം. നെക്സ്റ്റ് ഡോർ ഡിഫറൻസ്. അത് രണ്ടും എനിക്കൊരു വ്യത്യാസമില്ല. അതാണ് കൺഫർമേഷൻ. നമ്മളെന്നാ അറിയോ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാം കളഞ്ഞേച്ച് നിത്യതി ഈ ലോകത്ത് കർത്താവ് നമുക്ക് ദൈവമില്ലാത്ത ദേവാലയത്തിനായി ദേവാലയത്തിന്റെ പേര് ദൈവം വസിക്കുന്ന ദേവാലയം, ദൈവമില്ലാത്ത ദേവാലയം, ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ്. അച്ഛന്റെ മകനായി കേൾക്കാനില്ല, ഒരു മനുഷ്യയിലേക്ക് പോലുമില്ല, ഒരു കഷ്ണം തുണിയിലാ മതിയപ്പെട്ടത്. ഭവനമില്ല, ആഘോഷമില്ല, ആരോഗ്യമില്ല, ബഹളങ്ങളൊന്നുമില്ല, സ്വന്തമായ ഒരു അങ്കിയില്ല, ഒരു ഭവനമില്ല, കടയില്ല, ഭൂമിയില്ല, കല്ലറയില്ല. കടന്ന് അവന്റെ അങ്കി തന്നെ പങ്കിട്ടെടുത്തോ, കടന്നെടുത്ത് കല്ലറയിൽ അടക്കി. എന്നിട്ട് അവൻ ജനിച്ചത് നമ്മളെങ്ങനെ ആഘോഷിക്കുന്നേ? ആഘോഷത്തിന് തികർപ്പാണ്. എത്ര രൂപ മുടക്കും,
നമ്മുടെ പള്ളി ഏറ്റവും നല്ലതായിരിക്കും ഡെക്കറേറ്റ് ചെയ്യണമെന്നല്ല, ചെയ്യണം. മത്സ്യബുദ്ധിയോടെ അതിലൊക്കെ നല്ല ലൈറ്റ് ഏറ്റവും നല്ല ട്രീയൊക്കെ മാറി മാറിയൊക്കെ വന്ന് എക്സ്ട്രാ മോഡേൺ പരിപാടികൾ, പടക്കങ്ങൾ പൊട്ടിക്കുന്നു, ബഹളങ്ങൾ വെക്കുന്നു. ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് എന്തിനാണ് കർത്താവ് വന്നെന്ന് നമ്മൾ മാത്രം പറഞ്ഞു കൊടുക്കുന്നില്ല. ക്രിസ്മസിൽ നമ്മൾ കരോള്, പാട്ട്, പള്ളി, ചുമലങ്ങളും ബഹളം ഒക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ എനിക്കതൊന്നുമില്ല. ക്രിസ്തുവിന്റെ ചേർത്താഴ്ച ഷീറ്റൊക്കെ നല്ലതന്നെ, ചെയ്യുന്നതല്ല. ബട്ട് ട്രാൻസ്ഫോർമിംഗ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഒരിക്കലൊരു ഒരു ആദിവാസി സ്ത്രീ വിറക് ശേഖരിച്ച് വിറക് എല്ലാം കൂട്ടിക്കെട്ടി അതിന്റെ കൊച്ചു വെളിയിലുള്ള അതിന്റെ തോളയിട്ടല്ല ഇതെല്ലാം ചെയ്തു. തിരിച്ച് തന്റെ കുടിയിലേക്ക് വരുന്ന സമയത്ത് വനത്തിൽ വലിയ മഴ പെയ്തു, ഓർത്ത് പെയ്തു. ആ ചെറിയ ചോരകളൊക്കെ നിറഞ്ഞു പോയി, തോടുകളൊക്കെ. അതിനൊക്കെ പുറകെ ചെറിയ കളിപ്പാലങ്ങളുണ്ട്, ഒറ്റയടിപ്പാലങ്ങൾ. ഈ വിറക് തന്നെ വെച്ച് വെളിയിലിരിക്കുന്ന കൊച്ചുമായിട്ട് ഈ തടിപ്പാലത്തേക്ക് ആദിവാസി സ്ത്രീ കയറി നടന്നു വന്നപ്പോൾ മലവെള്ളപ്പാച്ചിന് വന്ന് ഈ പാലമൊന്ന് കുലുങ്ങി. തലയിലിരുന്ന വിറകൻ രണ്ടു കൈകൊണ്ട് മുറുകെ പിടിച്ചു, വെളിയിലിരുന്ന കൊച്ച സംഭവിച്ചത്. അൺഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരുപാട് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്റെ അടുത്ത് നമ്മൾ തലവരും. വിറകിട്ട് പോയാൽ ഒരമ്മയ്ക്ക് ആവശ്യം കൂടെ പറയാനില്ല. അവർക്ക് കൊച്ചു പോയാലോ നമ്മൾ ഈ ലോകത്തെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി, ബുദ്ധിക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഇതാ ചെയ്യുന്നത്. ഈ ലോകത്ത് ഈ ആയുസ്സിൽ മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും മനുഷ്യന്മാരെന്നാണ് നമ്മളിതെല്ലാം വായിക്കുന്നത്. മരിച്ചവർ വേണ്ടി മാത്രമേ ഉള്ളൂ. ഒന്ന് വെറുതെ 15 മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ പൗലോസ് പറയാ, നിങ്ങൾ സകല മനുഷ്യരിലും മനുഷ്യന്മാർക്ക് ആയുസ്സിൽ പ്രത്യാശ വെക്കേണ്ടതല്ല, ആവശ്യം വേണ്ടത് ആയുസ്സിൽ മാത്രം. ആ മാത്രമെന്ന് പ്രത്യേകം ഓർക്കണം. അത് മാത്രമല്ല ഈ ലോകത്തെ ജീവിതത്തിൽ നമുക്ക് നമ്മളെന്തിനാ ദൈവത്തെ വിളിക്കുന്നത്? ബഹുഭൂരിപക്ഷം ആളുകൾ കർത്താവിനെ കൂട്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ കുടുംബജീവിതം ശരിയാകാൻ, സമ്പത്ത് ശരിയാൻ, അവരുടെ ആയുസ്സിന് ദൈർഘ്യം കൂട്ടാൻ, മക്കളുടെ പ്രശ്നങ്ങൾ തീരാൻ, അവർക്ക് ജോലി കിട്ടാൻ, അവരുടെ കുടുംബജീവിതം ശരിയാകാൻ, അവർക്ക് ഏറ്റവും അനുയോജ്യരായി കിട്ടാൻ, ട്രാൻസ്ഫർ കിട്ടാൻ, ചുറ്റുപാടുള്ളവർക്ക് അനുഗ്രഹിക്കാൻ, ലോകത്തിന് വിടുവിക്കാൻ, പ്രതിസന്ധികളെ അതിജീവിക്കാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം, പ്രതികൂലങ്ങളെ അനുകൂലമാക്കാൻ ഈ വിഷയങ്ങളൊക്കെ തീർക്കാൻ മാത്രമല്ല കർത്താവ്. അതിന് കർത്താവില്ല, അതിനെ തീർത്ത് തരും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങളെ ചേർത്ത് പിടിച്ച് മനോഹരമായ അന്ത്യമില്ലാത്ത സമയപരിധിയില്ലാത്ത എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു നിത്യതയിൽ നിങ്ങളോടൊക്കെ വാഴാൻ കർത്താവായിരിക്കും. എന്തിനാണ് ഈ വിഷയം പറഞ്ഞത് എനിക്കറിയാൻ പറ്റും. ആ വിഷയം സാധാരണ ചർച്ചയെ കുറിച്ചൊക്കെ ഞാൻ വേറെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഇതായിരുന്നു ആവശ്യം, എനിക്ക് തോന്നിയതോ ഇന്നത്തെ ദിവസം വേറെ പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നതിന്റെ ബൈബിൾ സൊസൈറ്റി ആക്കി നമ്മളൊക്കെ വേണ്ടതെന്നറിയോ ആ നിത്യതയിൽ. ഇപ്പോൾ ഈ കത്തിലുള്ള ഇന്നലെ ഇന്നുമായിരുന്ന മുഴുവൻ പേരും ഈ പുസ്തകത്തിന് വേണ്ടി, എന്റെ വ്യാപ്തിക്ക് വേണ്ടി ചെറുതും വലുതുമായി ഏതെങ്കിലും തരത്തിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്ത് മുഴുവൻ പേരും ആ നിത്യതയിൽ കാണാം. അതാണ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും. എന്റെ സഹോദരന്മാരും നഷ്ടപ്പെട്ടു പോകാതെ അവരെല്ലാവരും ഒരുമിച്ച് നിത്യതയിൽ കാണാൻ ഞങ്ങൾ ഇടയാക്കണേ. അതിനുവേണ്ടി അവരൊക്കെ നമ്മൾ പറയാനും തീർച്ചയായിട്ടും പറയാനുണ്ടെങ്കിൽ താല്പര്യത്തോടെ കാണിക്കുന്നത് എന്ന ബോധ്യവും അങ്ങനെ പോകുമ്പോൾ എല്ലാവരെയും കൂട്ടിച്ചേർന്ന നിത്യതയിലെത്തുവാൻ ദൈവവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നുമില്ല. അതിന് അപ്രധാനമായ കാര്യങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ പ്രധാനപ്പെട്ട നഷ്ടപ്പെടാൻ ഇടവുണ്ട്. ചേർത്ത് പിടിക്കുമ്പോൾ സൂക്ഷിക്കണം. നിങ്ങൾ സ്വാംശീകരിച്ചതും നിങ്ങൾ ആർജിച്ചതും നിങ്ങൾ പഠിച്ച് കൂട്ടിയെടുത്തതും ഞാനിവിടെ ചേർത്ത് വെക്കാനായിട്ടുള്ള ശ്രമം, പാരമ്പര്യവും ഇതൊക്കെ നമുക്ക് എല്ലാ മനുഷ്യരും വീട്ടിൽ സ്വന്തം പാപമുണ്ട്. ഞാനെന്ന ഭാവം, ഉന്നത ഭാവം, നിങ്ങളും അഹങ്കാരം, ഉള്ളത് മീതെ ഭാവിച്ചുയരൽ, ദുഷ്ടചിന്ത, ദുർമോഹം, ദുഷ്കാമം, കോപം, ക്രോധം, ദേഷ്യം, കുന്തപക്ഷം, കുറ്റപ്പറ്റി, മറ്റുള്ളവർ അത് മാത്രമല്ല പാപം. നിർത്താതിരിക്കുന്നത് പാപം. വേദസ്വം പറയുന്നു സമൂഹത്തിന്റെ പുസ്തകത്തിൽ നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ട ഭാവത്തിൽ കൊടുക്കാതിരിക്കുന്നത് പാപമാണ്. ദൈവത്തെ ഉയർത്താതിരിക്കുന്നത് പാപമാണ്. നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ തീഷ്ണതക്കുറവ് കാണിക്കുന്നത് പാപമാണ്.
നിങ്ങൾ അവിശ്വസ്തത ആത്മീയകാര്യം കാണിക്കുന്നത് പാപമാണ്. നിങ്ങൾക്ക് ചെയ്യാമെങ്കിലും ചെയ്യാതിരിക്കുന്നത് പാപമാണ്. തൊട്ടയൽവക്കക്കാരെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ പറ്റുമെങ്കിലും പറ്റാതിരിക്കുന്നതും പാപമാണ്. ദൈവത്തെ സാധിപ്പിക്കുക. ഒരു പാപം എന്നത് ചില കമ്മീഷൻ അല്ലെങ്കിൽ ചില ചെയ്യുന്നത് മാത്രമല്ല, വിട്ടുകളയുന്ന ഒരുപാട് അത് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് പാവം. അതൊരു വളരെ അടയാളാതെ ഈ വചനം, ക്രിയ ചെയ്യുന്ന വചനം, ജീവനുള്ള വചനം, ജീവിപ്പിക്കുന്ന വചനം, സമൃദ്ധിയായി ജീവനം നൽകുന്ന വചനം, യഥാസ്ഥാനപ്പെടുന്ന വചനം, വഴികാട്ടുന്ന വചനം, മാർഗദർശിയായ വചനം, നിത്യമായ എത്തിക്കുന്ന വചനം കൈകാര്യം ചെയ്യുമ്പോൾ ആ ബോധ്യത്തോടും ഉറപ്പോടും ആ സീരിയസ്നെസ്സോടും കൂടി കൈകാര്യം ചെയ്യുവാൻ ഒരുമയോടെ ചെയ്യുക. ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ, ഇത് നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഇത് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഓർക്കണം, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ തലമുറയെ ദൈവം തലമുറയെ ദൈവം അനുഗ്രഹിക്കുന്നത് ഇത് ചുമക്കുന്നവരെ, വായിക്കുന്നവരെ, കൊടുക്കുന്നവരെ, പാലിക്കുന്നവരെ, ധ്യാനിക്കുന്നവരെ ദൈവത്തിന്റെ വാഗ്ദത്തം. നിങ്ങളുടെ മക്കളുടെ ആരുടെയും സൂര്യൻ അസ്തമിച്ചു പോയില്ല, ചന്ദ്രൻ മാഞ്ഞു പോയില്ല. അവരുടെ ശുഭമായി വരുവാൻ ദൈവം നിരൂപണങ്ങളെ നിർമ്മിച്ചു കഴിഞ്ഞു. Because you are holding the word of God and involved in the spreading of the word of God. ഏത് തരത്തിലായിക്കോട്ടെ. So may God bless you. Thank you. God bless you. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് ഈ പ്രഭാതം കേൾക്കാനായിട്ട് സാധിച്ചല്ലോ. നിത്യതയെ കുറിച്ചുള്ള നമ്മുടെ ഒരു ചിന്ത, പലപ്പോഴും നിത്യത ഒരു മിത്താണ് എന്നൊക്കെയുള്ള പല ചിന്തകൾ ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്കൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകളും പഠനങ്ങളും ധ്യാനങ്ങളും ഒക്കെ നമുക്ക് വളരെ ആവശ്യമാണ്. തീർച്ചയായിട്ടും സാറിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ ചുരുങ്ങിയ വാക്കില് സാറിന് നന്ദി അറിയിക്കുവാൻ വേണ്ടിയിട്ട് തിരുവല്ല വെസ്റ്റ് ബ്രാഞ്ചിന്റെ വൈസ് പ്രസിഡന്റായിട്ട് സേവനം ചെയ്യുന്ന സ്നേഹമുള്ള ആനി ചെറിയാനായി നാം ക്ഷണിക്കുന്നു. അതിനുശേഷം സ്നേഹമുള്ള ജയരാജ് ജിനർ അച്ഛൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അച്ഛൻ മുമ്പോട്ട് വന്ന് ഈ സെഷനെ ഓർത്തും അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പിരിയാനുള്ള ഭക്ഷണത്തെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ദൈവവാനീയച്ഛൻ ഡോക്ടർ സാറിന്റെ മുൻപിൽ നാഗരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് പ്രിയവന്നു. നമുക്ക് ഒരിക്കലും കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള ഒരു പുതിയ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കി. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ധ്യാന പ്രസംഗം കേൾക്കുവാനായിട്ട് ഇടയാക്കി. ദൈവത്തിന് സുസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടന്നിട്ട് നമുക്ക് സാറിലൂടെ അച്ഛൻ പറഞ്ഞ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള നല്ലൊരു പ്രഭാത ധ്യാനം കേൾക്കുവാനായിട്ട് നമുക്കിടയാക്കി. നമ്മുടെ ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന എന്തിനാണ് മനുഷ്യനോടുകൂടെ ദൈവം ഇതിന് താമസിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ദൈവം തരുന്നതായിട്ടുള്ള നല്ല അനുഗ്രഹങ്ങൾ, സമ്പത്ത്, നമ്മുടെ സമയം, ഇതൊക്കെയും ദൈവനാമത്തിൽ ഉദർന്ന രീതിയിൽ നമ്മൾ അത് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യർ കർത്താവായ യേശുക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ ഉറപ്പിക്കാൻ തക്കവണ്ണം ഇന്നത്തെ ദൈവവചനം നമ്മളെ ഇടയാക്കി തീർത്തും. നമ്മൾ ബൈബിൾ സൊസൈറ്റിയുടെ അംഗങ്ങളായിരിക്കുന്ന നമ്മൾ ഈ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിത്യതയെ പ്രാപിക്കാൻ തക്കവണ്ണം നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന ചുറ്റുപാടുകളിലുള്ളവരെ അതിലാക്കി തീർക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ. സാറ് അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വചനം തന്ന സാറിനോട് ഞങ്ങൾക്ക് രാവിലെ എല്ലാവരും നന്ദി അർപ്പിച്ചുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യത്തിൽ ജീവനിൽ യേശുവിലർപ്പിച്ചിട്ട് അക്കരെ നാട്ടിലാകത്തിടുമ്പോൾ ശുദ്ധപാടുകിൽ പാടത്തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടുക ജീവൻ
അന്ത്യാശ്വാസം വളരെയും. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമായ ഒരു പുതിയ പ്രഭാതം കണ്ടുണരുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവമേ ഞങ്ങൾക്ക് തിരുവചനം ധ്യാനിപ്പാൻ ദൈവം കൃപ പകർന്ന് വലിയ വിലയ്ക്കായി സ്തോത്രം. വചനം സംസാരിച്ച പ്രിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ ദർശനങ്ങൾ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഒരു നിത്യത ഉണ്ടെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, നിത്യതയ്ക്ക് വേണ്ടി അബ്രഹാമിനെ പോലെ പൊരുതുവാൻ ദൈവമേ നീ ഞങ്ങൾക്ക് കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ ഈ ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിൽ 100 ഫലം കയപ്പാൻ ഇട നൽകണമേ. കഴിഞ്ഞ ദിവസവും ഇന്നുമായി നടക്കുന്ന എല്ലാ ധ്യാനത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവ സുഖകരമായ വിശ്രമം കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് തന്നല്ലോ. അനുഗ്രഹീതമായി ഉറങ്ങി എഴുന്നേറ്റ് ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ പകർന്നല്ലോ. ഇന്ന് ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്നവരെ അതിനായി ഒരുക്കണമേ. ദൈവമേ, പ്രത്യേകിച്ച് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവ അച്ഛന്റെ ശുശ്രൂഷകളെയും അങ്ങ് മാനിച്ച് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധ പിതാവേ, ദൈവമേ, ഇനിയുള്ള ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകേണ്ടുന്നവർ യഥാസമയത്തിൽ കടന്നു വരുവാൻ എന്റെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രഭാത ഭക്ഷണത്തിനായി ഞങ്ങൾ പിരിയുന്നു. ഭക്ഷണം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നാലും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകണമേ. ഞങ്ങൾ വിട്ടയച്ചു വന്നിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവം നടത്തിയതിനായി സ്തോത്രം. ഞങ്ങൾ എത്തിച്ചേരുവോളം ദൈവത്തിന്റെ കൃപ അധികമായി അവരുടെ കയ്യിൽ പകരണമേ. സകലമാനവും മഹത്വവും പങ്കെടുക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ക്ഷമിക്കണം.